വയനാട് അട്ടമല ഏറാട്ടുകുണ്ട് വനമേഖലയിലേക്ക് പോയ ആദിവാസി കുടുംബത്തെ കണ്ടെത്താൻ ശ്രമം തുടരും. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ കൃഷ്ണൻ, ഭാര്യ ലക്ഷ്മി എന്ന ശാന്ത, ഇവരുടെ മകൻ എന്നിവരാണ് കാട്ടിൽ പോയത്. 8 മാസം ഗർഭിണിയാണ് ലക്ഷ്മി. ജോഷില ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേർന്നത്. ജോഷില, ഈ കുടുംബത്തെ കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നിലവിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ആര്യ, കഴിഞ്ഞ ദിവസമാണ് വയനാട് അട്ടമല ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ കൃഷ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മിയും അതുപോലെ തന്നെ ഇളയ മകനെയും വനമേഖലയിലേക്ക് ഇവർ 3 പേരും കൂടി കയറിപ്പോയത്. കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് ലക്ഷ്മിയെ വൈത്തിരി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നു. ലക്ഷ്മി ഗർഭിണിയാണ്, 3 മാസം ഗർഭിണിയായിരുന്നു ആ സമയത്ത്. എന്തായാലും 4 കുട്ടികൾ ഇവർക്കുണ്ട്. ആ 4 കുട്ടികളിൽ 3 പേർ ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. ബാക്കി ഉള്ള ഒരു മകനെയും കൊണ്ടാണ് ഇവർ വനമേഖലയിലേക്ക് കയറി പോയിട്ടുള്ളത്. നേരത്തെ തന്നെ ചൂരൽമല ദുരന്ത സമയത്ത് വനപാലകർ കാട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തിയ കുടുംബമാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ കൃഷ്ണനും മകനും. ലക്ഷ്മിയെയും കുട്ടിയെയുമാണ് നേരത്തെ ആ സമയത്ത് ഒരു കുന്നിറങ്ങി വരുന്നത് വനപാലകർ കണ്ടത്. അങ്ങനെ വനമേഖലയിൽ തന്നെ താമസിക്കുന്നവരാണ്, ഗുഹകളിൽ താമസിക്കുന്നവരാണ്. നേരത്തെ ഉണ്ടായിരുന്ന 3 കുട്ടികളും ലക്ഷ്മി പ്രസവിച്ചത് ഗുഹയിൽ തന്നെയാണ്. ഇവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചായിരുന്നു. ഗർഭിണിയായതുകൊണ്ടാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. പലതവണ ഈ ശ്രമം നടന്നിരുന്നു. എന്നാൽ ഇവർ പിന്നീട് വനമേഖലയിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. വനപാലകരും അതുപോലെ തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും ഇവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഊർജ്ജസ്വലമായ രീതിയിൽ തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത്. ഗുഹകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പുഴയോരം കേന്ദ്രീകരിച്ചുമാണ് ഇവർ താമസിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഇവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 24-ന് മേപ്പാടിയിലെ ബാങ്കിൽ പോയി പണമെടുത്ത് മറ്റ് സാധനങ്ങളൊക്കെ ഇവർ വാങ്ങിയതായി ഉള്ള വിവരം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ വനപാലകർക്കുമുണ്ട്. അന്നാണ് അവസാനമായി ഇവരെ ഈ ഭാഗത്ത് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇവർ വനമേഖലയിലേക്ക് കയറിപ്പോയത് എന്നുള്ളതാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച വിവരം. ഈ വിവരം അനുസരിച്ചാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ, അട്ടമല ഏറാട്ടുകുണ്ട് വനമേഖലയിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുന്നത്. വളരെ സാഹസികമായ തിരച്ചിലാണ് നടക്കുന്നത്. കാരണം ഉൾവനമാണ്, വനമേഖലയാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. കടുവയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ഗർഭിണിയായ ഒരു സ്ത്രീ ജീവിച്ചു പോവുക എന്ന് പറയുന്നത് ഏറെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ വനപാലകരും അതുപോലെ തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും നടത്തി വരുന്നത്. ആര്യ, ശരി, ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.